എന്നെ കോഴിക്കോട് DCC ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള VR സുധീഷിൻ്റെ പരാതി പിൻവലിച്ചാൽ നീ DCC സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട്, DCC പ്രസിഡന്റ് കോഴിക്കോട്. അതിനുശേഷം ഷഹനാസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല. പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ, സിനിമയാവട്ടെ, സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന്, അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന, സ്ക്രീൻഷോട്ട് ഇട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷഹനാസ്. അവർ പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇന്നും ഞാൻ പറയാം, നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുടെയും അവൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എൻ്റെ ഫോൺ ഞാൻ വെക്കും. എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല. ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും. ധൈര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഫോണ് വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനലിൻ്റെ മുന്നിൽ പറയാൻ? ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ല ഹാഷ്മി, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന, അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന 24-ന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത്. എനിക്കറിയില്ല, സത്യാവസ്ഥയൊന്നും അറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല. ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാലേ എന്തെങ്കിലും നേടാൻ പറ്റൂ. മിണ്ടി പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടീൻ്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് കാണണം, നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം. അതല്ല ഇനി പുറത്ത് വിടാനുള്ള ചാറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആർമി ഇത് എപ്പോഴോ പുറത്ത് വിടില്ലേ. ഇപ്പം അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവൻ ആരാ? കാമദേവനാ? ആരാണ് ഇവൻ? ഇവനെ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവുമായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്തൊരു കമ്മിറ്റി വെക്കട്ടെ. യൂത്ത് കോൺഗ്രസ് അടക്കം KSU അടക്കമുള്ള പെൺകുട്ടികൾക്ക് ഇവൻ ചൂഷണം ചെയ്തത് മറുപടി പറയാൻ വരട്ടെ. എങ്ങനെയാണ് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരിക? ഞാൻ ഇപ്പോഴും പരാതിയായിട്ടല്ല വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എന്താണ് ചാനലിൽ? ഞാൻ ഇത് മുൻപേ പറഞ്ഞിരുന്നു. പറഞ്ഞ ആളെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആൾ ഇന്നേ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല. നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. എല്ലാ ചാറ്റുകളും എൻ്റെ ഈ കയ്യിലുണ്ട്. ഈ കയ്യിലുള്ള സാധനത്തിനെ വെച്ചിട്ട് അവൻ പറയുന്നുണ്ടല്ലോ, ഇന്നലെ ഹാഷ്മി ചോദിക്കുന്നുണ്ട്, ഒരു ചെറിയ ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നീ അയച്ച മെസ്സേജ്, നീ പറഞ്ഞ ശബ്ദം അത് എന്നോടും ബാക്കിയുള്ളവരോടും അല്ല, ഇവിടെ പറയാതെ അതിജീവിച്ച് വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരയല്ല. എനിക്ക് അവൻ്റെ ഇരയാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അവൻ ഏതാണെന്ന് ഫസ്റ്റ് മുതലേ തിരിച്ചറിഞ്ഞ വ്യക്തിയായതുകൊണ്ടും അവനെ നിലയ്ക്ക് നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്നാലും കോഴികളുണ്ടാവില്ലേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ഇൻബോക്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര ഒരു 10 സ്ത്രീകളെ വിളിച്ച് നടത്തി 24 ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ചർച്ച ഉണ്ടല്ലോ. ഒരു 10 സ്ത്രീകളെ നിർത്തിയിട്ട് ഈ കേരളത്തിലുള്ള എത്ര ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഏതൊക്കെ സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കൂ. ആ സ്ത്രീകൾക്ക് പറയാനുണ്ടാവും. എല്ലാവർക്കും എതിരെ പരാതിയും പറഞ്ഞു വന്നാൽ എന്താ ഇവിടുത്തെ അവസ്ഥ? ഒരു പുരുഷ കമ്മീഷനൊക്കെ നിലവിൽ വരാൻ പോവുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. സ്ത്രീകൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് വലിയ വിപ്ലവ വാക്യങ്ങളുമൊക്കെ ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയതെന്ന് പറയാൻ നാണമില്ലേ അവന്? നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ച് ചോദിച്ച ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അത് കണ്ടിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് വേണ്ടിയിട്ടല്ല, മുഖമില്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് അതിജീവിതമാരുണ്ട്. ഇന്നും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അവൻ ഇന്നലെ കുറേ സ്ത്രീകളെ പരാമർശിച്ചു. ആ സ്ത്രീകൾ ആരെങ്കിലും പേടിക്കാതിരിക്കാനാണ്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അവൻ്റെ വീട്ടിലേക്ക് വരാൻ ഏത് സ്ത്രീകളാണ് വരുന്നതെങ്കിൽ ഞാൻ തയ്യാറാണ്.
ഞാൻ തയ്യാറാണ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ വരികയാണെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ മുന്നിൽ, അവൻ്റെ അമ്മയുടെ മുന്നിൽ അവൻ ഈ പറഞ്ഞതിനെയൊക്കെ മുഖാമുഖം നോക്കി ചോദ്യം ചെയ്യാനും പറയാനും എനിക്ക് ഇന്നും ആർജവമുണ്ട്. ആ ആർജവമായിട്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ അതിൽ കൈവയ്ക്കരുത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പേ ജനിച്ച, അതിനേക്കാൾ അനുഭവ തീവ്രതയുള്ള എം എ ഷഹനാസിന് അറിയാം. അത് എന്നെ പഠിപ്പിക്കാൻ അവൻ വരണ്ട.